and another person is there, you can see on your screen right ahead, who is swinging the bridge when that bridge collapsed. There you can see that moment when that bridge is swinging and that split second of that collapse. The entire bridge goes down, killing over 132 people. Unfortunately, we all know that the death toll is going to increase even further, but at that point in time, ഗുജറാത്തിലെ മോർബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ഈ തൂക്കുപാലം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയേണ്ടത്. കാരണം ഇപ്പോഴില്ല. അതായത് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ വരെ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. രാവിലത്തിന് ശേഷം, രാവിലെയല്ല വൈകുന്നേരം വരെ, അതിനുശേഷം അതില്ല. കാരണം അതിൻ്റെ മുകളിൽ കയറിയ ആൾക്കാരെയൊക്കെ പാടെ ചേർത്തിട്ട് അത് പൊട്ടി തകർന്ന് താഴെ വീണു. ഏകദേശം 141ഓളം പേര് മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 177 പേരോളം പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ആ തൂക്കുപാലം പൊട്ടിത്തകർന്നത്? കഥ നടക്കുന്നത് ഇപ്പോൾ അടുത്തൊന്നല്ല, ഏകദേശം ഒരു 150 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കെട്ടിവെച്ചുണ്ടാക്കി പോയ ഒരു ബ്രിഡ്ജാണ് ഈ സംഭവം, തൂക്കുപാലം. നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും തൂക്കുപാലം. പക്ഷേ ഇത് ഗുജറാത്തിലാണ്. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ള ഒരു തൂക്കുപാലമാണ്. ചെറിയ തൂക്കുപാലം എന്നല്ല, അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. ഒരുപാട് പേർക്ക് ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. അത്രയും പേരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വലിയ തൂക്കുപാലം തന്നെയായിരുന്നു അത്. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് കെട്ടിയുണ്ടാക്കിയത് പലതുമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പൊട്ടിയിട്ടും തകരാതെയും അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇത് തകർന്നു എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം നടന്നിട്ടുണ്ട്. 6 മാസം മുമ്പ് ഈ ഗവൺമെൻറ് ആ തൂക്കുപാലം ഒന്ന് റിനോവേറ്റ് ചെയ്യണമെന്നുള്ള ഒരു പരിപാടിയായിട്ട് അത് ഒരു ടീമിനെ ഏൽപ്പിക്കുകയാണ്. ഒരു കരാറുകാരെ, ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ്. ഇത് റിനോവേറ്റ് ചെയ്യണം, ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒന്നും കൂടി ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് ഏകദേശം 140-150 വർഷം മുമ്പുള്ള കെട്ടിയ പാലമാണ്. എന്ത് ഗ്യാരണ്ടിയിലാണ് നമുക്ക് ആൾക്കാരുടെ മുമ്പിലേക്ക് ഇത് തുറന്നു കൊടുക്കുക? ഒരുപാട് പേര് കയറുന്നതല്ലേ, ജീവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് റിനോവേഷന് വേണ്ടിയിട്ട് ഒന്ന് പുതുക്കി പണിയണം എന്നും പറഞ്ഞ് ഏകദേശം 6 മാസം മുമ്പാണ് ഇത് ഏൽപ്പിച്ചത്. 6 മാസം ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഗവൺമെൻറ്റിൻ്റെ രീതി അറിയാലോ. റോഡ് പണി, പാലം പണി, സ്റ്റേഡിയം പണി, ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്തിട്ടൊരു 4-5 ദിവസം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? പൊട്ടിത്തകർന്ന് തരിപ്പണാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറ്. ഇതുതന്നെയാണ് അവിടെ ഉണ്ടായത്. റിനോവേഷൻ കഴിഞ്ഞിട്ട് 4-4 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞു, 4ാമത്തെ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. എന്താ സംഭവിച്ചത്? അതിൻ്റെ മുകളിലേക്ക് ആൾക്കാരൊക്കെ കയറ്റി വിട്ടു. അതായത് സാധാരണ ടിക്കറ്റ് എടുത്തിട്ട് കയറ്റി വിടുന്നൊരു പരിപാടി ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കാണാനും താഴെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് സഞ്ചാരികളെയും ടൂറിസ്റ്റുകളെയും എല്ലാം അങ്ങോട്ട് കടത്തി വിടാറുണ്ട്. കാരണം 150 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണത്. അങ്ങനെ ഒരുപാട് പേര് അങ്ങോട്ട് വന്നു. പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ടിക്കറ്റ് 17 രൂപയാണ്. ആ 17 രൂപ എടുത്തിട്ട് ഒരുപാട് പേര് അതിനകത്തോട്ട് കയറി. എന്നാൽ ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 125 പേര് മാത്രമാണ് അതിനകത്തേക്ക് ഒരു സമയം കയറാവൂ. അറ്റ് എ ടൈം അതിനകത്ത് മാക്സിമം ലോഡ് എന്ന് പറയുന്നത് ഒരു 125 പേരുടെ ഭാരമാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പരിക്കേറ്റതും മരിച്ച ആൾക്കാരുടെയും കൂടി ഒരു ടോട്ടൽ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 250-300 ആൾക്കാരുടെ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അതായത് പൈസ ഉണ്ടാക്കണം ആർത്തി പിടിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. ഇവർ 17 രൂപയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് കണ്ടമാനം ആൾക്കാരെ അറ്റ് എ ടൈം അതിനകത്തോട്ട് കയറ്റി വിട്ടു. ഇതാണ് സംഭവിച്ചത്. ഇത്രയും ലോഡ് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. എന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറേ പിള്ളേർ നിന്നിട്ട് ഈ കളിക്കുന്നുണ്ട്. ഈ തൂക്കുപാലം ഇട്ടിട്ട് ആട്ടുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഈ ആട്ടുന്ന പരിപാടി കൊണ്ട് അതും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും മൊത്തമായിട്ട് തകർന്നു വീണു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അത് ആട്ടിയിട്ടല്ലേ തകർന്നു വീണത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 140 വർഷവും അതിൻ്റെ മുകളിൽ കയറിയുന്ന ആൾക്കാരൊന്നും ഇത് ആട്ടാതെയാണോ നിന്നിട്ടുണ്ടാവുക? പിള്ളേർ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും അന്നും, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അത് റിനോവേഷൻ ആണോ സത്യത്തിൽ ചെയ്തത്? പുതുക്കിപ്പണിയാണോ ചെയ്തത്? അത് പുതുക്കിപ്പണിയലിൻ്റെ പേരിൽ ആ പാലം നശിപ്പിക്കുകയാണോ ചെയ്തത്? അതായത് കരാറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് ഇനി വേറൊരു കോമഡി ഉണ്ട്. അതിപ്പോൾ ഈ ഗുജറാത്തത്തെ മാത്രം കാര്യമല്ല കേട്ടോ, ഇന്ത്യയിലെ മൊത്തം കാര്യമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, കേരളം അടക്കം.
അവിടെ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു കരാറുണ്ടെങ്കിൽ ആ കരാർ ഏതെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അവരുടെ ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടതും സംഭവം മനസ്സിലായോ, അവരുടെ വെൽവിഷറായിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടതോ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ കരാർ കൊടുക്കുക. ഈ കരാർ കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഊഹിച്ചറിയാലോ ഇതിൻ്റെ പൈസ എങ്ങോട്ടായിരിക്കും പോകുക എന്നുള്ളത്. നമ്മളൊക്കെ ചോറാനാണല്ലോ തിന്നണത്. സോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നന്നായിട്ട് കൈയിട്ട് വാരൽ നടത്തി, കാര്യമായിട്ടുള്ള റിനോവേഷനൊന്നും നടത്തിയിട്ടുമില്ല. ഉള്ളത് റിനോവേഷൻ എന്നുള്ള പേരിൽ ചെയ്തതെല്ലാം തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടികളായിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് എന്തുണ്ടായി? 141 പേരുടെ ജീവനാണ് പോയി കിട്ടി. ഈ 141 പേര് മരിച്ചതിനകത്ത് രാഷ്ട്രീയക്കാരുടെ ഫാമിലീസ് അടക്കം ഉണ്ടെന്നുള്ളത് ആലോചിക്കണം. മെയിൻ ആൾക്കാരുടെ അല്ല, പക്ഷെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഗുജറാത്തിലെ രാഷ്ട്രീയ പ്രമുഖരുടെ ഫാമിലിയും അവരുടെ മക്കൾ കുട്ടികളൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ തട്ടിപ്പിനുള്ള പണി അവിടെ തന്നെ കിട്ടി അവർക്ക് എന്നുള്ളത് വേണം. അത് അനുഭവിച്ചത് മറ്റുള്ള മക്കളും ഫാമിലീസും ആണെന്നുള്ളത് മാത്രം. പക്ഷേ ഈ 141 പേര് ഇത് എന്ത് പിഴച്ചു? നാട്ടുകാരെന്ത് പിഴച്ചു? ഗവൺമെൻറ്റായിട്ട് തുറന്നു കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത ഈ ഒരു പരിപാടിയിൽ കയറുന്നതിന് നാട്ടുകാരെന്തിനും ഭയക്കണം? അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവരുടെ ജീവന് ആര് സമാധാനം പറയും? നമ്മുടെ നാട്ടിലെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതെങ്കിലും റോഡിൻ്റെ സൈഡിലുണ്ടാവും ഒരു ഡ്രൈനേജിന് വേണ്ടിയിട്ട് ഒരു ഹോള് തുറന്നു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സ്ലാബ് മാറ്റി കിടക്കുന്നുണ്ടാവും. മഴക്കാലമായിരിക്കും, വെള്ളം കൂടുന്ന സമയത്ത് ഈ സാധനം മൂടി വെക്കാൻ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ആരെങ്കിലും പോയിട്ട് അതിനകത്ത് പോയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇഷ്ടംപോലെ സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ ഏതൊരു ജേർണലിസ്റ്റ് അങ്ങനെ നടന്നു പോവുകയായിരുന്നു. വെള്ളം മൂടിയത് കാരണം ഡ്രൈനേജിൻ്റെ ഹോള് കണ്ടില്ല, നേരെ അതിനകത്തോട്ട് പോയി ചാടി മരിച്ചു. പുറത്തേക്ക് വരാൻ കഴിയില്ലല്ലോ, ഒഴുക്കല്ലേ. ഇതൊക്കെയാണ് പല സ്ഥലത്തും നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ടാറിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്, വർഷാവർഷം ടാറിടും. ഇതിന് ശേഷം പൊട്ടിപ്പൊളിഞ്ഞു, അല്ലെങ്കിൽ അവിടെ പൊളിഞ്ഞു ഇവിടെ പൊളിഞ്ഞു എന്നുള്ളൊരു ചെറിയ പേര് പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെയും ടാറിടും. പിന്നെ അടുത്ത വർഷം ചാൻസ് കിട്ടുകയാണെങ്കിൽ പിന്നെയും ടാറിടും. അപ്പോൾ എന്താ, പൊട്ടിപ്പൊളിയുന്നതിനനുസരിച്ച് ടാറിട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്താണ്, ഇതൊക്കെ ഓരോ പ്രൊജക്റ്റുകളാണല്ലോ. ഈ ഓരോ പ്രൊജക്റ്റിൽ നിന്ന് നല്ല വലിവ് കിട്ടുമല്ലോ. ഇവർക്കൊക്കെ കിട്ടേണ്ട ശമ്പളം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വലിയ ശമ്പളമൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവരൊക്കെ പണക്കാരാണ്. കയറിയ സമയത്തിനേക്കാൾ ഇറങ്ങുന്ന സമയത്ത് നല്ല പൈസക്കാരായിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ഒരു ടീമിനെ മാത്രമാക്കിയിട്ട് പറയല്ല, മൊത്തമായിട്ടാണ് പറയുന്നത്. അതായത് ഇന്ത്യ മൊത്തം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അഴിമതി. അതിൻ്റെ അനന്തരഫലം ഇതുപോലെയുള്ള നാട്ടുകാരുടെ തലയിലായിരിക്കുന്നു മാത്രം. എത്ര പേരുടെ ആരൊക്കെയാണ് നഷ്ടപ്പെട്ടത്? വീട്ടിൽ നിന്ന് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പോയിട്ട് പാലൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരിൽ പല ആൾക്കാരും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എത്ര വലിയ ട്രാജഡിയാണ്. ഈ പണക്കൊതിയും കൊണ്ടുണ്ടായ ഒരു ദുരന്തമാണ്, ഡിസാസ്റ്ററാണ് ഇപ്പോൾ ആ ഗുജറാത്തിൽ നടന്നത്. ഇതിന് ആര് സമാധാനം പറയും? ഏത് ഗവൺമെൻറ് സമാധാനം പറയും? ഗവൺമെൻറ് പറഞ്ഞ ഡയലോഗ് എന്താ പറയുക, അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അതിന് മുമ്പേ അത് തുറന്നു കൊടുത്തതാണ്, കോൺട്രാക്റ്റ് ചെയ്തതാണ്. അപ്പോൾ കരാറുകാരൻ്റെ തലയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസം ഇത് തുറന്ന് പ്രവർത്തിച്ചത് തന്നെ ആണല്ലോ. ഈ 3 ദിവസം തുറന്ന് പ്രവർത്തിച്ചത് എന്ത് ഗവൺമെൻറ് അറിഞ്ഞില്ലേ? ഗവൺമെൻറ്റിൻ്റെ പദ്ധതി കരാറുകാരൻ്റെ ഇഷ്ടത്തിനാണോ തുറന്ന് പ്രവർത്തിക്കുക? അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഉത്തരവൊന്നുമില്ല, അത് ഇഷ്ടം പോലെ അങ്ങ് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? അതും ഗവൺമെൻറ് പരിപാടികൾ അങ്ങനെയൊക്കെയാണോ റിനോവേറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്? ആരും അറിയാതെ രഹസ്യമായിട്ട് കരാറുകാരൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങ് തുറന്നു കൊടുത്തു. ആരോടതൊക്കെ പറയുന്നത്? ഇപ്പം ഗവൺമെൻറ് കൈ കഴുകുന്ന പരിപാടിയാണ്. ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പൈസയ്ക്കും അഴിമതിക്കും വേണ്ടിയിട്ട് ജനങ്ങളെ എന്തും ചെയ്യാം, ഏത് കോലത്തിലും ആക്കാം. ഇതൊന്നും ഒരു പ്രശ്നമില്ല, ആരും ചോദിക്കാൻ വരത്തില്ല. 4 ദിവസം ഒരു ചർച്ച ഉണ്ടാവും ഈ പറയുന്ന ടി വിയിൽ, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ള ഒരു സമരം നടത്തും, അതോടുകൂടി അത് കഴിഞ്ഞു. ഇത് അവർക്കും അറിയാം, രാഷ്ട്രീയക്കാർക്കും അറിയാം. ഈ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ജനങ്ങളത് നിർത്തും. ജനങ്ങൾക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത പ്രാരാബ്ദങ്ങളുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കാലമൊന്നും ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കില്ല. അവരിത് ഒഴിഞ്ഞു പൊക്കോളും. ആദ്യത്തെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാവും, അത് മൈൻഡ് ചെയ്യണ്ട. അവരിപ്പോൾ ഈ കയ്യിലൂത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, ഈ ഖദറിടാൻ തുടങ്ങിയിട്ടേ. 150 വർഷത്തോളം ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കെട്ടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ നിന്ന സാധനം ഇവരുടെ 4 ദിവസത്തെ പരിപാടിയും വർക്കുകളും ഒക്കെ ഇവിടെ കഴിഞ്ഞപ്പോഴേക്ക് തകർന്നു വീണു. അപ്പോൾ ആലോചിച്ചറിയാലോ എത്ര വലിയ അഴിമതി അവിടെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത്. ഈ വാർത്ത കാണാത്ത ആൾക്കാർക്ക് ഗുജറാത്ത് മോർബി എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം അതിൻ്റെ ഫോട്ടോകളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും, എത്ര ആൾ മരിച്ചു. ഇനിയും മരണസംഖ്യ കൂടാനേ ചാൻസ് ഉള്ളൂ. ഉച്ചവരെ 139 സംഖ്യ. ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 141 കാണിക്കുന്നത്. ഇനി എത്ര പേര് മരണക്കടക്കയിൽ കിടക്കുന്നുണ്ടാവും ICUയിൽ എന്നുള്ളത് ഒരു പിടിയില്ല. പാലം നേരെ പൊട്ടിച്ചാടുകയല്ല, പാലം ഒന്നുകൊണ്ട് സൈഡായതിനു ശേഷം തകർന്ന് വീഴരുത്. സൈഡാകുമ്പോൾ തന്നെ ആൾക്കാർ താഴത്തോട്ട് പോകുന്നത് തല കുത്തനെ ആയിരിക്കും. അത്യാവശ്യം ആഴമുണ്ട്. ആ പുഴയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. കല്ലാണോ അടിയിൽ വേറെ എന്തൊക്കെയാണെന്ന് അറിയില്ല.
കഴിഞ്ഞല്ലോ എല്ലാവരുടെയും. ഗവൺമെൻറ്റിനും കരാറുകാർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. നഷ്ടം നാട്ടുകാർക്കും അല്ലെങ്കിൽ ഈ നാട്ടിലത്തെ ഓരോ പ്രജകൾക്കുമാണ് എന്ന് പറയുന്ന നഷ്ടം. ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഇതൊക്കെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ.